Dear students, welcome to Learner's World. In this video, I'm going to talk about a song, Wasteland of the Free by Iris Diamond. FAUGP ACE English, Advanced English Language Skill for Commerce and Management, second semester, Calicut University. Iris Diamond is an American songwriter known for her folk and country music. Her songs focus on themes like family, faith, social justice, and personal struggles. ഐറിസ് ഡയമണ്ട് ഒരു അമേരിക്കൻ സോങ് റൈറ്ററാണ്, പാട്ടുകളൊക്കെ എഴുതുന്ന ആളാണ്. അവർ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ഫോക്ക് ആൻഡ് കൺട്രി മ്യൂസിക്കിലാണ്. അവരുടെ സോങ്സിൻ്റെ തീംസായിട്ട് വരുന്നത് ഫാമിലി, ഫെയ്ത്ത്, സോഷ്യൽ ജസ്റ്റിസ്, പേഴ്സണൽ സ്ട്രഗിൾസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ്. ദ സമ്മറി ഓഫ് ദ സോങ് വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ. It's a protest song released on Diamond's 1996 ആൽബം ദ വേ ഐ ഷുഡ്. അപ്പോൾ ഈ ഒരു സോങ് വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ഒരു പ്രൊട്ടസ്റ്റ് സോങ് ആണ്, അതായത് ഒരു പ്രതിഷേധ സോങ് ആണ്. അത് റിലീസ് ചെയ്തിരിക്കുന്നത് 1996 അവരുടെ ഒരു ആൽബം കളക്ഷൻ ഉണ്ട്, ദ വേ ഐ ഷുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കളക്ഷനിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. The song is a powerful critique of political, social and economic injustices in the United States. അപ്പോൾ ഈ ഒരു സോങ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ക്രിട്ടീക്കാണ്, അതായത് ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു സോങ്ങാണ്, ഒരു പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധം എന്നുള്ള നിലക്ക് എഴുതിയിട്ടുള്ള ഒരു സോങ്ങാണിത്. അപ്പോൾ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിലനിന്നിരുന്ന സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹ്യ അനീതി, ഇക്കണോമിക് ഇൻജസ്റ്റിസ്, പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ്, ഇതിനൊക്കെ എതിരെയുള്ള ഒരു പവർഫുൾ ക്രിട്ടിക്കാണ് ഈ ഒരു സോങ്. ദ സോങ് ടേക്സ് എയിം അറ്റ് ഇഷ്യൂസ് സച്ച് എസ് കോർപ്പറേറ്റ് ഗ്രീഡ്, റിലീജിയസ് ഹിപ്പോക്രസി, ഇക്കണോമിക് ഇൻഇക്വാലിറ്റി ആൻഡ് കറപ്ഷൻ ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അപ്പോൾ ഈ ഒരു സോങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നാണ് കോർപ്പറേറ്റ് ഗ്രീഡ്, അതായത് കോർപ്പറേറ്റുകളുടെ അത്യാർത്തി, അതുപോലെ റിലീജിയസ് ഹിപ്പോക്രസി, മതത്തിൻ്റെ പേരിലുള്ള കാപ്പട്യങ്ങൾ, ഇക്കണോമിക് ഇൻഇക്വാലിറ്റി, സാമ്പത്തിക തുല്യതയില്ലായ്മ, അതുപോലെ കറപ്ഷൻ ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ രാഷ്ട്രീയക്കാരുടെ അഴിമതി തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. ഷീ എക്സ്പ്രസസ് ഫ്രസ്ട്രേഷൻ ദാറ്റ് വൈൽ ദ കൺട്രി കോൾസ് ഇറ്റ് സെൽഫ് ദ ലാൻഡ് ഓഫ് ദ ഫ്രീ, മെനി പീപ്പിൾ ആർ സ്ട്രഗ്ലിംഗ് ബിക്കോസ് ഓഫ് കറപ്ഷൻ ആൻഡ് അൺഫെയർ പോളിസീസ്. അവർ നമ്മുടെ പോയിറ്റ് അവരുടെ ഫ്രസ്ട്രേഷൻ ഇതിലൂടെ ഈ സോങ്ങിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ആളുകൾ വിളിച്ചിരുന്നത് ദ ലാൻഡ് ഓഫ് ദ ഫ്രീ, അതായത് ഫ്രീഡമുള്ള ഒരു ലാൻഡായിട്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് കറപ്ഷൻ ആൻഡ് അൺഫെയർ പോളിസീസ്. അതായത് ന്യായം ഇല്ലാത്ത രീതിയിലുള്ള പോളിസീസ്, അഴിമതി, ഇൻജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ് ഒക്കെ മൂലം ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കൺട്രീനെ വിളിച്ചിരുന്നത് ദ ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ളതായിരുന്നു, അതായത് ഫ്രീഡമുള്ള, സ്വതന്ത്രമായിട്ടുള്ള രാജ്യം എന്നുള്ളതായിരുന്നു. Diamond criticizes religious leaders who care more about money and power than kindness and justice. പിന്നീട് ഈ ഒരു സോങ്ങിൽ ഡയമണ്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് റിലീജിയസ് ലീഡേഴ്സിനെ. മതത്തിലുള്ള മത നേതാക്കളെ ഡയമണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അതായത് അവരൊക്കെ മണിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, പണത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്, അല്ലാതെ കൈൻഡ്നസ്, ദയക്കോ ജസ്റ്റിസ്, നീതിക്കോ അല്ല. She points out that some preachers and politicians claim to follow Christianity but do not act like Jesus, who helped the poor and promoted പീസ്. അതുപോലെ തന്നെ നമ്മുടെ ദേമൻ ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം, ചില പ്രീച്ചേഴ്സ് മീൻസ് പ്രാസംഗികർ, രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ ക്രിസ്ത്യാനിറ്റിനെ ഫോളോ ചെയ്യുന്നതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അവരൊന്നും ജീസസിൻ്റെ പ്രവർത്തികളല്ല അവർ ഫോളോ ചെയ്യുന്നത്. ജീസസ് എങ്ങനെയായിരുന്നു? പാവപ്പെട്ട ആളുകളെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ സമാധാനം പ്രൊമോട്ട് ചെയ്യുക, ഇതായിരുന്നു ജീസസിൻ്റെ പാത. പക്ഷേ അതല്ല ഇവരൊന്നും പിന്തുടർന്നത്. ഇവർക്കൊക്കെ എന്തായിരുന്നു? പണമായിരുന്നു മുഖ്യം.
She accuses politicians of working for big businesses instead of regular people. അതുപോലെ പൊളിറ്റീഷ്യൻസിനെ, രാഷ്ട്രീയക്കാരെ ഇതിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ വലിയ വലിയ കോർപ്പറേറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്, അല്ലാതെ സാധാരണ ഓർഡിനറി പീപ്പിളിന് വേണ്ടിയിട്ട് ആരും വർക്ക് ചെയ്യുന്നില്ല. The government makes laws that benefit the wealthy while ignoring the struggles of the poor and middle class. ഗവൺമെൻറ് പോലും ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് വെൽത്തി പീപ്പിളിനെ, അതായത് വലിയ വലിയ കോർപ്പറേറ്റ് ബിസിനസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ലോസ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരൊക്കെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്, പൂറായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ അവരുടെ സ്ട്രഗിൾസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പൂറായിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ സ്ട്രഗിൾസ് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദ കൺട്രി സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് മണി ഓൺ വാർ ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ വിത്ത് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ജോബ്സ്. അതായത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മണി സ്പെൻഡ് ചെയ്യുന്നത് വാറിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ ഹെൽത്ത് കെയർ, അവർക്ക് നല്ല ആശുപത്രിയോ അവർക്ക് നല്ല രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യകളോ എഡ്യൂക്കേഷനോ ജോബോ ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് അവരൊരു കാശും ചിലവഴിക്കുന്നില്ല. അവരെല്ലാവരും വാറിന് ഒക്കെ, യുദ്ധം ഉണ്ടാക്കാനൊക്കെയാണ് മണി സ്പെൻഡ് ചെയ്യുന്നത്. Many leaders promote war because it makes money for powerful corporations even though it harms ordinary people. അതായത് ഒരുപാട് നേതാക്കൾ വാറിനെ, യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് രാജ്യത്ത്. കാരണം യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് പവർഫുള്ളായിട്ടുള്ള കോർപ്പറേഷൻസിന് മണി ഉണ്ടാക്കാൻ കഴിയും. ഇതുമൂലം പാവപ്പെട്ട ഓർഡിനറി പീപ്പിളിന് ഇത് വലിയ വിപത്തുകളാണ് അവർക്ക് ഉണ്ടാകുന്നത്. ദ സോങ് സജസ്റ്റ് ദാറ്റ് അമേരിക്ക ഈസ് നോ ലോങ്ങർ ട്രൂലി ഫ്രീ ബിക്കോസ് ഓഫ് ഗ്രീഡ് ആൻഡ് ഇൻജസ്റ്റിസ്. അപ്പോൾ ഈ ഒരു സോങ് സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇപ്പോഴും ഫ്രീ ആയിട്ടില്ല, ഒരു ഫ്രീ ലാൻഡ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും അവിടെ ഗ്രീഡ്, അത്യാർത്തി, ഇൻജസ്റ്റിസ്, അനീതി ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ ആർ ടോൾഡ് ദേ ലിവ് ഇൻ എ ഗ്രേറ്റ് നേഷൻ ബട്ട് മെനി സഫർ ഡ്യൂ ടു അൺഫെയർ സിസ്റ്റംസ്. ആളുകളൊക്കെ പറയും അവർ വലിയൊരു രാജ്യത്താണ് ജീവിക്കുന്നത്, പക്ഷേ ഇപ്പോഴും ആ ഒരു രാജ്യത്ത് അൺഫെയർ സിസ്റ്റംസാണ്, അനീതിയാണ്, തുല്യമായിട്ടുള്ള ന്യായമില്ലാത്ത അവസ്ഥയാണ്, തുല്യത അവിടെ ഇല്ല, ഇൻജസ്റ്റിസാണ്, ഇക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ ഇൻജസ്റ്റിസ് അവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു ടൈറ്റിൽ വളരെ പ്രസക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ തരിശു ഭൂമിയാണ്, ഫ്രീ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു, അതായത് ഇവിടെ സ്വയം ആ ഒരു രാജ്യം സ്വയം ക്ലെയിം ചെയ്യുകയാണ്, അവകാശപ്പെടുകയാണ് ഞങ്ങളുടെ രാജ്യം ഫ്രീ ലാൻഡാണെന്ന്. പക്ഷേ അത് വെറും വേസ്റ്റ് ലാൻഡാണ്. അവിടെ ഒരുപാട് അഴിമതികൾ, കറപ്ഷൻ, പൊളിറ്റിക്കൽ കറപ്ഷൻ, അതുപോലെ സോഷ്യൽ ഇൻജസ്റ്റിസ്, പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ്, അങ്ങനെയുള്ള ഒരുപാട് അനീതികൾ അവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. The song is emotional and passionate, using simple language to deliver a strong message. അപ്പോൾ ഈ ഒരു സോങ് വളരെ ഇമോഷണലാണ്, പാഷനേറ്റ് ആണ്. അതുപോലെ ഹേമന്ത് ഇതിൽ സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വലിയൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐറിസ് ഹേമന്ത് യൂസ്ഡ് വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ ടു എക്സ്പ്രസ് ഹർ ഡിസപ്പോയിൻമെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ അമേരിക്ക ഈസ് ഹെഡിങ്. അപ്പോൾ ഈ ഒരു സോങ്ങിൽ അവർ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, അവരുടെ ഒരു നിരാശ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഷി വാണ്ട്സ് പീപ്പിൾ ടു റെക്കഗ്നൈസ് ദീസ് പ്രോബ്ലംസ് ആൻഡ് പുഷ് ഫോർ ചേഞ്ച് സോ ദാറ്റ് ദ കൺട്രി ക്യാൻ ട്രൂലി ലിവ് അപ്പ് ടു ഇറ്റ്സ് ഐഡിയൽസ് ഓഫ് ഫ്രീഡം ആൻഡ് ഫെയർനെസ്. അതുപോലെ ഈ ഒരു സോങ്ങിലൂടെ, ഈ ഒരു വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോങ്ങിലൂടെ നമ്മുടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ അമേരിക്കയിലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കുകയും അതിന് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും ഈ ഒരു സോങ്ങിലൂടെ. ഈ ഒരു സോങ് ഒരു അവയർനെസ് നൽകുകയാണ് അവിടെയുള്ള ജനങ്ങൾക്ക്. അങ്ങനെ ആ ഒരു രാജ്യത്തെ കംപ്ലീറ്റ് ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരാൻ
കഴിയും, കംപ്ലീറ്റ് ഫ്രീഡം ആൻഡ് ഫെയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സോങ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.